ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സാംസങ്ങിൻ്റെ S25 സീരീസ് ഇപ്പോൾ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സാധനം ഇപ്പോൾ ലോഞ്ച് ആവും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു S23 സീരീസും S24 സീരീസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ചസ്, നിങ്ങൾ ആക്ച്വലി ഇതിൽ നിന്ന് S23 ആണെങ്കിലും S24 ആണെങ്കിലും S22 ആണെങ്കിലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമുക്ക് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, നോർമലി നിങ്ങൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അത്യാവശ്യം കുറച്ചൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഒരു 90-95% ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു S23 യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ S24 യൂസർ ആണെങ്കിൽ, അതായത് S23 അൾട്ര, S24 അൾട്ര അല്ലെങ്കിൽ S23 അല്ലെങ്കിൽ S23C പ്ലസ്, S24 പ്ലസ്, S24 ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ S25 സീരീസിൽ 4 ഫോൺസ് ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ മുമ്പത്തെ പോലെ 3 അല്ല, 4 ഇറങ്ങാൻ പോകുന്നത്. അതായത് S25, S25 പ്ലസ്, S25 സ്ലിം, S25 അൾട്ര. അപ്പോൾ ഇങ്ങനത്തെ 4 ഫോണുകൾ ഇറങ്ങാൻ പോകുന്നത്. S25 സ്ലിം എന്ന് പറയുന്നത് ആക്ച്വലി S25 പ്ലസിൻ്റെ ഒരു സ്ലിമ്മർ വേർഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് S25 അൾട്ര ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. പക്ഷേ ഷേപ്പ് വ്യത്യാസം ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സ്പെക്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കതിനെ ഒന്ന് എന്തൊക്കെയാണ് മെയിൻ ചേഞ്ചസ് നമുക്ക് S25 സീരീസിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ S25 അൾട്രയിൽ വരാൻ പോകുന്നത് കമ്പയർ ടു S23 അൾട്ര അല്ലെങ്കിൽ S24 അൾട്ര നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചേഞ്ച് തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഷേപ്പ്, കട്ട ഷേപ്പ് മാറും. കട്ട ഷേപ്പ് മാറുന്നതല്ല, കട്ട ഷേപ്പിൻ്റെ ഈ അറ്റത്ത് വരുന്ന ഈ കൂർത്ത സംഭവം ഉണ്ടല്ലോ, അത് മാറി അവിടെ ജസ്റ്റ് ഒരു കെർവ്, നമ്മുടെ ഈ ഐഫോണിൻ്റെ ഒക്കെ പോലെ ഒരു കെർവ് വരും ഇവിടെ. അതാണ് വൺ ഓഫ് ദ മെയിൻ എന്താ പറയുക ഷേപ്പിൽ ചേഞ്ചസ് വരുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറയിൽ നിങ്ങൾ ഓൾറെഡി ഇവരുടെ ഫോൾഡ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിങ് പോലെ കാണാം. ശരിക്കും അത് വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് നമ്മുടെ എന്താ പറയുക ക്യാമറ ലെൻസ് പ്രൊട്ടക്ടറൊക്കെ ഇല്ലേ, അത് നമ്മൾ കാണുന്ന പോലത്തെ ഒരു റിങ് ആണ് അത് അങ്ങനെ വരും. അതാണ് വേറെ ചേഞ്ചസ് വരാൻ പോകുന്നത്. അതാണ് 2 മെയിൻ കോസ്മെറ്റിക് ചേഞ്ചസ് വരാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്ന ചേഞ്ചസ്. പിന്നെ നമുക്ക് ചെറുതായിട്ട് സ്ക്രീൻ ഡിസ്പ്ലേ സൈസ് 6.9 ആവുന്നുണ്ട്, കുറച്ച് ഇഞ്ചസ് കൂടുതൽ വരുന്നുണ്ട്. അതാണ് അടുത്തൊരു ചേഞ്ചസ് വരുന്നത്. അതായത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസുകൾ. അതല്ലാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറിയിക്കും, ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ നമ്മുടെ 8Elite എന്ന് പറഞ്ഞാൽ കിഡിലൻ പ്രൊസസ്സറാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൽ നമുക്ക് AI കപ്പാബിലിറ്റി ഭയങ്കര കൂടുതലാണ് കമ്പയർ ടു നമ്മുടെ Gen 3 ആയാലും Gen 2 ആയാലും AI കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ S25 സീരീസിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് AI ഫീച്ചേഴ്സ് നമ്മുടെ ഈ S25 സീരീസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് അടുത്തൊരു പരിപാടി. അതുപോലെ തന്നെ എന്താ പറയുക സീംലെസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും S25 സീരീസിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ വിൻഡോസിലൊക്കെ ഇല്ലേ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ റീബൂട്ട് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിനാണ് സീംലെസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് വലിയ കിടിലൻ അപ്ഡേറ്റ് സംഭവം ഒന്നും പറയാനൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് മാത്രം. നമ്മുടെ വിൻഡോസിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്. ആ സാധനം നമുക്ക് S25 സീരീസിൽ വരാൻ പോകുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഒരു ക്യാമറയിൽ തന്നെ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സെൻസേഴ്സിൽ ഒരു സെൻസറിന് ചേഞ്ചസ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതും വലിയ മെയിൻ ക്യാമറ സെൻസറൊന്നും അല്ല, അതും വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ആവാൻ വഴിയില്ല. പിന്നെ നമുക്ക് ക്യാമറ പെർഫോമൻസ് ഡിഫറൻസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ 8Elite വെച്ചിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ പ്രോസസ്സിങ്ങിലോ ഡിഫറൻസ് വന്നാൽ മാത്രമേ തന്നെ വരാനുള്ളൂ. അല്ലാണ്ട് സെൻസറിലോ വലിയ ഡിഫറൻസ് കാര്യമൊന്നുമില്ല. പിന്നെ ബാറ്ററിയിലോ ചാർജിങ്ങിലോ സംഭവമൊന്നും ഡിഫറൻസ് ഇല്ല. ഫാസ്റ്റ് ചാർജിങ് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഡിഫറൻസും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് അല്ല, നമ്മുടെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് കൂട്ടും. അതായത് അവരുടെ ഇപ്പോൾ 15 ആണല്ലോ, അത് നമുക്ക് കൂട്ടിയിട്ട് 25 ആക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. പിന്നെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് 3000 ആക്കുമെന്നും പറയുന്നത് കേട്ടോ. അതും ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ബ്രൈറ്റ്നസ്, അതായത് ബ്രൈറ്റ്നസ് കൂടുമെന്ന് പറഞ്ഞത് അത് വലിയ സംഭവമൊന്നുമല്ല. പിന്നെ കളേഴ്സ്, ഇഷ്ടംപോലെ കളേഴ്സ്, അതായത് നോർമലി ഇറങ്ങുന്നതിനായിട്ടും കൂടുതൽ കളേഴ്സ്, അതായത് 5+ കളേഴ്സ് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നമുക്ക് സാറ്റലൈറ്റ് കണക്ടിവിറ്റി വരും. അത് പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാവാൻ ചാൻസ് 1% പോലും ഇല്ല. പിന്നെ നമുക്ക് റാം മോസ്റ്റ്ലി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ S25ലും S23ലും S24ലും ബേസിക് എന്ന് പറയുന്നത് 12 GB ആയിരുന്നു. പക്ഷെ ഇത് ഈ പ്രാവശ്യം ചിലപ്പോൾ 16 GB ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ബേസിക്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക OnePlus ഓപ്പണിലൊക്കെ കണ്ടിട്ടില്ലേ 16 GB ബേസിക് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ ഒരു പരിപാടി. അതും ഉറപ്പ് പറയാൻ പറ്റില്ല, മിക്കതും 12 GB വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഇത്രയും ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൊല്ലങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം എന്തായാലും നമുക്ക് ആവശ്യമായിട്ട് വരും. എന്താ വെച്ചാൽ നമ്മുടെ S23യുടെ മെയിൻ പ്രോബ്ലം അതായിരുന്നു. നോർമൽ S23ൽ 8 GB ആണ് നോർമൽ റാം വരുന്നുള്ളൂ. പക്ഷേ 2 കൊല്ലങ്ങളും അത് എന്താ വെച്ചാൽ റാം യൂസേജിൽ മെയിൻ ആയിട്ട്, അല്ലാണ്ട് പ്രൊസസ്സറിൻ്റെ കുഴപ്പമില്ല. നിങ്ങൾ ഓൾറെഡി S23 യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി ഒരു 2 കൊല്ലം 2.5 കൊല്ലം ഒക്കെ മാക്സിമം അത് യൂസ് ചെയ്യാൻ പറ്റുള്ള ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയായിരിക്കും ഇപ്പം തന്നെ ആൻഡ്രോയിഡ് ഭയങ്കരമായിട്ട് ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് റാം യൂസേജും കൂടും. ഇപ്പം തന്നെ നോർമൽ യൂസേജിലാണ് ഞാൻ കാണിച്ചതാണെങ്കിൽ എൻ്റെ S23 അവിടെയാണ്. എന്ന് വെച്ചാൽ അതിൽ ഒരു ഐഡിയൽ യൂസിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 2 GB ഒക്കെ താഴെ നോർമലായിട്ട് ഫ്രീ റാം വരുന്നുള്ളൂ. അപ്പോൾ അത്ര ഇനിയും നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഹെവിനെസ് കൂടിക്കഴിഞ്ഞാൽ റാം ഭയങ്കര
ഷോർട്ടേജ് ആവും, അപ്പോൾ ലാഗും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ S23 വരാൻ പോകുന്നത്. S23 അൾട്രയിലൊന്നും കുഴപ്പമില്ല, അവർക്ക് 12 GB ഉണ്ട്. അപ്പോൾ ഇതിലും S24 അൾട്രയിലും S23 സീരീസിലും 12 GB ഉണ്ട്. അപ്പോൾ അവിടെ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ബേസിക് S23 8 GB ആയതുകൊണ്ട് തന്നെ അവിടെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് നോട്ടീസ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഒരു 2 കൊല്ലത്തിന് മുകളിൽ യൂസേജിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോയിന്റ് എടുത്തോളൂ. അപ്പോൾ ഇതൊക്കെയുള്ളൂ വലിയ ചേഞ്ചസ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ S23 യൂസർ ആണെങ്കിൽ, പ്രത്യേകിച്ച് S23 അൾട്ര യൂസർ ആണ്, S24 അൾട്ര യൂസർ ആണെങ്കിൽ തീരെ റെക്കമെൻഡബിൾ അല്ല എന്താ പറയുക ടു അപ്ഗ്രേഡ് ടു S25 അൾട്ര. പക്ഷേ നിങ്ങളൊരു S22 അൾട്ര യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതിൽ അത്യാവശ്യം പ്രത്യേകിച്ച് ബാറ്ററിയിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ്. S20 അൾട്ര ഷോക്കായിരുന്നു ബാറ്ററിയിലൊക്കെ. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. അല്ലാത്ത പക്ഷം വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു എന്താ പറയുക S23 അല്ലെങ്കിൽ S23 അൾട്ര, S24 അൾട്ര 1 ഇയർ ആയിട്ട് അല്ലെങ്കിൽ 1 ഇയറിന് താഴേക്ക് ആയിട്ട് യൂസർ ആണെങ്കിൽ അപ്ഗ്രേഡബിളോ വലിയ റെക്കമെൻഡബിൾ ഒന്നല്ല. അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവരും ഫോളോ ചെയ്തത്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം ഐഫോണിലായിക്കോട്ടെ ഇതേപോലെ തന്നെയാണ്. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് സംഭവമൊന്നുമില്ല. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് സെയിം പരിപാടി തന്നെ, അതേ പരിപാടി തന്നെ ഇപ്പോൾ ഇതിലും വന്നേക്കുന്നത് കേട്ടോ. ആ പ്രൊസസ്സർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ Gen 2 ആയാലും Gen 3 ആയാലും 2-3 കൊല്ലത്തേക്കൊക്കെ സുഖമായിട്ട് പോയിക്കോളൂ. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഇത് ശരിക്കും അപ്ഗ്രേഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്ഗ്രേഡിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ന്യൂസ് പറയാനുള്ളത് നമ്മുടെ ഐഫോൺസിൻ്റെ ന്യൂസാണ്. നിങ്ങൾക്കായിരിക്കും ഐഫോൺസിനെതിരെ നമ്മുടെ അമേരിക്കയിൽ കേസും യൂറോപ്യൻ യൂണിയൻ സമൂഹത്തിലൊക്കെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ 2015 തൊട്ട് നമ്മുടെ വർത്തമാനം പറയുന്നു എല്ലാ ഡീറ്റെയിൽസും ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, ഗൂഗിളിൻ്റെ അപ്പൂപ്പനായിട്ട് വരുമ്പോൾ പണ്ട് ഗൂഗിളിൽ വന്നപ്പോൾ നമ്മുടെ ആപ്പിൾ യൂസറൊക്കെ ഭയങ്കര കളിയാക്കലായിരുന്നു. ഇപ്പോൾ എവിടെ പോയിരിക്കുകയാണോ ഈ ആപ്പിൾ ഫാൻ ബോയ്സുകളൊക്കെ എന്ന് വെച്ചാൽ മൈൻഡ്ലെസ് ഫാൻ ബോയ്സുകളാണ് അവരാര് പറയുന്നത്. അമ്മാരി ചോർത്തിയാണ് ഇവർ നടത്തിക്കുന്നത്. അപ്പോൾ ഒരു കേസ് കൊടുത്തപ്പോൾ തന്നെ എത്രയോ 95 മില്യൺ എത്രയാണ്, അതായത് ഓൾമോസ്റ്റ് ഒരു 800 കോടിക്ക് ഫൈനായിട്ട് വരും. അത് ആക്ച്വലി കേസ് കൊടുത്തപ്പോൾ അത് അടയ്ക്കാവുന്ന ആപ്പിൾ ഒരു ഡിഫൻസും കാര്യമൊന്നും ഇല്ലാണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ സത്യമാണ്. ഇവർ ഡാറ്റാസ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈവസി വാങ്ങി എന്തൊക്കെ ആഡായിരുന്നു, പ്രൈവസി മാങ്ങാത്തല്ല പിണ്ണാക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 800 കോടി ശരിക്കും 800 ഒന്നും കൊടുത്താൽ പറഞ്ഞു. ആപ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 800 കോടിയൊക്കെ എന്താ പറയുക നമ്മുടെ 100 കൊടുക്കണ പോലെയാണ് അവർക്ക്. സാധാരണ ആൾക്കാർ 100 കൊടുക്കണ പോലെയാണ്. അതൊക്കെ ഭയങ്കര കുറഞ്ഞു പോയി ഫൈനൊക്കെ. എന്താ വെച്ചാൽ അവരിത് കൊടുത്തിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിൻ്റെ അപ്പുറം ഡാറ്റ ഷെയർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അവർക്ക്. അതൊരു ആ ഫൈൻ എമൗണ്ട് ഭയങ്കര ഉടായ്പ ഫൈൻ എമൗണ്ട് ആയിപ്പോയി. വെറുതെ ചുമ്മാ പേരിനാക്കി വെച്ച പോലെ. അപ്പോൾ എന്തായാലും അത് ഇനിയിപ്പോൾ ഗൂഗിളിനെ മാത്രം ഗൂഗിളും ഇപ്പോൾ മെയിൻ കുറച്ച് കാലം മുമ്പ് അതായിരുന്നല്ലോ ഗൂഗിള് നമ്മുടെ. ഇപ്പം ഞാൻ ഗൂഗിളിനെ എന്താ പറയുക ഡിഫെൻസ് ചെയ്ത് പറയല്ല, രണ്ടും ഉടായ്പ് ആശയന്മാരാണ്. വെച്ചാൽ അവർ നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഈ ഫാൻ ബോയ്സുകളൊക്കെ പൊട്ടന്മാരായിട്ട് അവിടെ വായി നോക്കിയിരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവർ നമ്മുടെ ഡാറ്റാസ് വിട്ട് സുഖമായിട്ട് അടിച്ചു കയറി വലിയ മറ്റേ ഗൂഗിളും എന്താ പറയുക ആപ്പിളൊക്കെ മെഗാ. നമ്മുടെ നോർമൽ നിങ്ങളൊരു ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഇവിടെ പറയും ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ആപ്പിളും സംഭവമൊക്കെ ഉണ്ടല്ലോ മെഗാ ക്യാപ്പാണ്, ലാർജ് ക്യാപ്പ് ഒന്നല്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ലാർജ് ക്യാപ്പ് ഉള്ളൂ, ഒരു മെഗാ ക്യാപ്പാണ്. നിങ്ങൾ US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചില്ല. ഞാൻ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ആപ്പിളിലും ഇൻവെസ്റ്റ് ചെയ്യാറില്ല, ബാക്കി ഗൂഗിളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ മെഗാ ക്യാപ്പുകളാണ്. ഞാൻ കാണിച്ചാൽ വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് US സ്റ്റോക്സ് നിങ്ങൾ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. US സ്റ്റോക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയിലൊക്കെ എന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനീസിനൊക്കെ അത്രയധികം അസറ്റ്സുകളാണ്. അത്രയും എന്താ നമ്മുടെ GDP-ൻ്റെ ഒക്കെ ഡബിളായിട്ട് വരും അവരുടെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഓ മെസ്സേജ് വന്ന് ഇല്ലേ. മെഗാ ക്യാപ്സ് എന്ന് അവർ പറയാൻ ഇതാക്കണ്ടോ. ഓ ബ്രൈറ്റ്നസ് കുറയ്ക്കാം കണ്ടോ, ഒന്ന് ഫോക്കസ് ആവും സോണി. ഓ ബ്രൈറ്റ്നസ് കൂടിയാൽ മതി. ഇതാ കണ്ടോ, ഇതിൽ മെഗാ ക്യാപ്സും ഉണ്ട് US സ്റ്റോക്സിൽ. പിന്നെയാണ് ലാർജ് ക്യാപ്പ്. പിന്നെ ബാക്കി നോർമൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പോലെ തന്നെ ഇവരൊക്കെ മെഗാ ക്യാപ്സ്. അതായത് അഡോബ്, നെറ്റ്ഫ്ലിക്സ്, സിസ്കോ, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗൂഗിള്, ആമസോണ്, അതുപോലെ എന്താ പറയുക ആപ്പിള്, ഇതൊക്കെ മെഗാ ക്യാപ്സുകളാണ്. അവർ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണുന്നവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.